ഹായ് ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു 12 വോൾട്ട് DC സപ്ലൈ ആണ്. അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ ട്രാൻസ്ഫോമർ വരുന്ന AC ഡയറക്റ്റ് DC ആക്കുന്ന ഒരു സർക്യൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. നമുക്ക് ആവശ്യമുള്ള കമ്പോണൻ്റ് എന്ന് വെച്ചാൽ 1N4007 ഡയോഡ്, വരയുള്ള വശം പോസിറ്റീവും വരയില്ലാത്ത വശം നെഗറ്റീവുമാണ്. ഒരു കപ്പാസിറ്റർ വേണം, 35 വോൾട്ട് 330 UF കപ്പാസിറ്റർ. പിന്നെ നമ്മൾ ട്രാൻസ്ഫോമറിന് എടുത്തിട്ടുണ്ട്, 1 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. ബ്ലാക്കും എടുത്താൽ നമുക്ക് 24 വോൾട്ട് കിട്ടും. ബ്ലാക്കും ബ്ലൂ എടുത്താൽ നമുക്ക് 12 വോൾട്ട് സപ്ലൈ കിട്ടും. AC സപ്ലൈ ആണ്. ഇത് 220 വോൾട്ട് ഇൻപുട്ടാണ്. ഇത് ഔട്ട്പുട്ടും ഇത് ഇൻപുട്ടുമാണ്. നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഡയോഡ് എടുത്ത് ശേഷം സോൾഡർ ചെയ്യണം. നമുക്ക് ഓരോ ലെഡായിട്ട് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് വരയുള്ള വശമാണ്. അതിൽ വരയില്ലാത്ത വശം സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡറും ചെയ്യാം, അല്ലാതെ കൂട്ടിപ്പിടിച്ചൊക്കെ വയ്ക്കാം. സോൾഡർ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ബാക്കി വന്ന ലെഗും കാര്യങ്ങളും സ്റ്റിപ്പർ വെച്ച് കട്ട് ചെയ്ത് കളയാം. വയർ സ്റ്റിപ്പർ വെച്ച് അവസാനം നമുക്ക് ചെയ്യാം. അടുത്ത പോർഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഇതുപോലെയാണ്, സെയിം കാര്യമാണ്. വെച്ച ശേഷം വരയില്ലാത്ത വശത്ത് സോൾഡർ ചെയ്തിട്ടുണ്ട്. വരയില്ലാത്തതും വരയുള്ളതും ആണ് ജോയിൻറ്റ്. ഇത് നമുക്ക് ഇതേപോലെ അങ്ങ് ജോയിൻറ്റ് ചെയ്യണം. വരയുള്ളതിൽ നോക്കിക്കൊള്ളണം ഗൈസ്. വരയില്ലാത്തതിലും വരയുള്ളത് ജോയിൻറ്റ് ചെയ്യണം. സോൾഡർ ചെയ്യാം. നോക്കിക്കൊള്ളണം ഗൈസ്. വരയില്ലാത്തതും അതായത് വരയില്ലാത്തതും ജോയിൻറ്റ് ചെയ്യണം. സോൾഡർ ചെയ്തിട്ടുണ്ട്. വരയുള്ളതുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം. നമ്മൾ അതും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. സോൾഡർ ചെയ്ത ശേഷം വര ഇല്ലാത്തതും വരയുള്ള വശവും ഇവിടെ AC ഇൻപുട്ടാണ് വരുന്നത്. ഇവിടെ അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് AC ആയിരിക്കും. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കപ്പാസിറ്റർ കണക്ഷൻ ചെയ്യാം. അതിനു മുമ്പ് ഇതേപോലെ ഡയോഡ് ഉണ്ടാക്കുന്നത് പോലെയാണ്. ഇതിൽ ഈ 4 ഡയോഡ് ചേർന്നാണ് ഈ ഒരൊറ്റ റെക്ടിഫയർ ഡയോഡ് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ AC ആണ്, ഈ സെൻട്രൽ AC ആണ്. ഇത് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം മാർക്കിങ്ങും ഉണ്ടായിരിക്കും. ഇതിൽ 6 ആമ്പിയറാണ് സപ്പോർട്ട്.
ഇത് 1 ആമ്പിയറാണ്. ഓരോ ട്രാൻസ്ഫോമർ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ ഡയോഡുകൾ നമുക്ക് തിരഞ്ഞെടുക്കണം. ഇത് ഞാൻ ഇപ്പോൾ 1 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന 5 ആമ്പിയർ ആണെങ്കിൽ 6 ആമ്പിയറിൻ്റെ ഡയോഡൊക്കെ ഉണ്ട്. ഇത്തിരി വലിയ സൈസാണ്, അതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യത, അതായത് പുകയും, നല്ല ചൂടാവും ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുമ്പം. കപ്പാസിറ്ററും കുറച്ചും കൂടി കപ്പാസിറ്റി, അതായത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 330 എഫിൻ്റെയാണ്. നിങ്ങളൊരു 2000 2500 ആ റേഞ്ചൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. കപ്പാസിറ്റർ കണക്ഷൻ കൊടുക്കാം. എൻ്റെ ലെഗൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി കപ്പാസിറ്റർ നമുക്ക് കൊടുക്കാം. കപ്പാസിറ്ററിന് നെഗറ്റീവ് വരയില്ലാത്ത വശത്ത് കൊടുക്കാം. വരയുള്ള അടുത്ത് പോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഡയോഡിൻ്റെ ബാക്കി വന്ന എടുത്ത് സോൾഡർ ചെയ്യാം. ഷോപ്പിൽ പോയപ്പോൾ അവിടെ 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 35 വോൾട്ട് ഇട്ടിരുന്നു. അതുകൊണ്ട് പഴയ ഒരു സർക്യൂട്ട് ബോഡിയിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കൊടുക്കുമ്പം നമ്മൾ കുറച്ച് വോൾട്ടേജ് കൂടിയത് കൊടുക്കണം. ഈ 24 വോൾട്ടിന് ഒരു 50 വോൾട്ട് കപ്പാസിറ്ററെങ്കിലും വയ്ക്കണം. കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ബാറ്ററിയെക്കാളും അപകടമാണ് ഈ കപ്പാസിറ്റർ. കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. 220 വോൾട്ട്, അതായത് 220 വോൾട്ട് സപ്ലൈ പറഞ്ഞാൽ ഇതുവഴിയാണ്. ഈ റെഡ് ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇതുവഴിയാണ്. 230 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ അതിൽ വൈൻഡിങ് നല്ല നമ്പർ ഓഫ് ടേൺസ് ഒക്കെ നല്ല കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ ടേൺസ് കുറവായിരിക്കും. പ്രൈമറി സെക്കൻഡറി എന്നൊക്കെയാണ് പറയുന്നത്. പ്രൈമറിയാണ് ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത്, സെക്കൻഡറി ഔട്ട്പുട്ടായിട്ട് സപ്ലൈ പേരാണ്. പ്രൈമറിയിൽ റെസിസ്റ്റൻസ് ഒക്കെ കൂടുതലായിരിക്കും. ഞാൻ കാണിച്ചു തരുന്നു. മൾട്ടിമീറ്റർ എടുത്ത് പ്രൈമറി സെക്കൻഡറി ഒക്കെ കണ്ടുപിടിക്കാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇട്ട ശേഷം നോക്കാം. കണ്ടിന്യൂറ്റി ആണ് ഇട്ടേക്കുന്നത്, കാണാൻ സാധിക്കും. അപ്പോൾ 523 22ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് പ്രൈമറി സൈഡാണ്, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓംസ് ആണ് കേട്ടോ, 522 ഓംസ് ആണ്. സെക്കൻഡറി സൈഡിലോട്ട് വരുമ്പം ബ്ലാക്കുമാണ് വയ്ക്കുന്നത്. ഡീപ് സൗണ്ട് കേൾക്കാം. റെസിസ്റ്റൻസ് കുറവാണ്, 4 ഓംസേ ഉള്ളൂ. നമ്മൾ സെൻട്രൽ ടാപ്പാണ് നോക്കുന്നത്. ബ്ലാക്കും ബ്ലൂവും വെച്ച് നോക്കുമ്പോൾ 4 ഓമിൻ്റെ പകുതി 2 ഓമാണ് കിട്ടുന്നത്. നമുക്ക് സോൾഡറിങ് ചെയ്യാം. നമുക്ക് ഈ ബ്ലൂ എടുത്ത് AC വരുന്ന വശം ഇവിടെയാണ് കണക്ട് ചെയ്യാം. ഓപ്പോസിറ്റാണ് കൊടുക്കുന്നത്, കാണാനായിട്ട് സാധിക്കും. വര ഉള്ളതും വരയില്ലാത്തതും ജോയിൻറ്റിലാണ് AC ഇൻപുട്ട് കൊടുത്തത്. ഔട്ട്പുട്ട് ഓപ്പോസിറ്റായിട്ടാണ് കൊടുക്കേണ്ടത്. കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇതാണ്, നോക്കിക്കോളൂ ഗൈസ്. സ്ക്രീൻഷോട്ട് ആണെങ്കിൽ എടുത്ത് നോക്കൂ. ഇത് നെഗറ്റീവാണ്, കപ്പാസിറ്റർ നെഗറ്റീവ്, സെക്കൻഡറി. നമുക്ക് കണക്ഷൻ കൊടുത്തു നോക്കാം.
230 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഒരു കണക്ടർ എടുത്തിട്ടുണ്ട്. കണക്ടറും ഒരു കോഡ് വയറും എടുത്തിട്ടുണ്ട്. അതിൽ എർത്ത് വയർ വേണ്ട, ഫേസ് ന്യൂട്രൽ മതി. 230 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നു. കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഈ ഭാഗത്ത് ഈ റെഡ് വയറിൻ്റെ ഭാഗത്തേ തുടരരുത്, ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്ഫോമറിൽ കണ്ടിന്യൂറ്റി ഇട്ട് നോക്കുക, ഷോർട്ടേജ് വല്ലതുകൊണ്ടാണ്. വോൾട്ടേജ് നമ്മൾ തൊട്ട ഷോക്കൊന്നും അടിക്കത്തില്ല കേട്ടോ. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ ഷോക്കൊന്നും അടിക്കത്തില്ല. ഒരു 50 വോൾട്ട് ഒക്കെ ആകുമ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. 12 വോൾട്ട് ഷോക്ക് അടിക്കത്തില്ല. 12 വോൾട്ട് 24 വോൾട്ട് ഒന്നും ഷോക്ക് അടിക്കത്തില്ല. നമുക്ക് വോൾട്ടേജ് ഒന്ന് നോക്കി കളയാം. DC 20 വോൾട്ട് റേഞ്ച് ഇട്ട ശേഷം ഒന്ന് അളന്ന് നോക്കാം. കാണാനായിട്ട് സാധിക്കുന്നു 15 വോൾട്ട് കിട്ടുന്നുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യുന്ന കറക്റ്റ് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. 15 വോൾട്ട് കറക്റ്റ് വോൾട്ടേജ് തന്നെ. ഇനിയിപ്പോൾ ഒരു ഫാൻ എടുത്തിട്ടുണ്ട്, 12 വോൾട്ടിലാണ് കറങ്ങുന്നത്. 0.14 ആംപിയറാണ്. കുറച്ച് കണ്ട് BL ബ്രഷ്ലെസ് മോട്ടറാണ്. ഇത്രയ്ക്ക് കറണ്ട് കുറവ്, ആംപിയർ. കണക്ഷൻ കൊടുത്ത് നോക്കാം, കറക്കി കാണിച്ചു തരാൻ കഴിയും. യെല്ലോ പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. നമ്മൾ ആ ഫാന് കിടിലായിട്ട് കറങ്ങുന്നുണ്ട്. വയർ തട്ടുന്ന സൗണ്ട്. ഫാന് നല്ല കിടിലായിട്ട് കറങ്ങുന്നുണ്ട്. സൗണ്ട് കേട്ടാൽ അറിയാം. സപ്ലൈ മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഡീഷണൽ LED ഇൻഡിക്കേഷനൊക്കെ വയ്ക്കാം. 1K റെസിസ്റ്ററൊക്കെ ഇട്ട് 1 ആംപിയറാണ് സ്വിച്ച് കണ്ട് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈൻഡിങ്ങൊക്കെ പോകും. വലിയ ആംപിയറുള്ള ബൾബൊന്നും ഇട്ട് കൊടുക്കരുത്. പ്രൈമറി സൈഡ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും ഗൈസ്. ടാറ്റാ, ബൈ.